3 സിലിണ്ടർ പോളോന്റെ എഞ്ചിൻ പീസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ബ്ലോക്ക് ആണ് ഈ ഇരിക്കുന്നത്. അപ്പൊ എഞ്ചിൻ പീസ് ചെയ്തൊക്കെ പ്രവീൺ ചേട്ടനാണ്. എന്റെ ചേട്ടൻ വന്നിട്ട് കംപ്ലൈന്റ് ഒക്കെ കൺഫേം ചെയ്ത് രണ്ടാമത്തെ പിസ്റ്റണൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്നതില് ഏറ്റവും മേളിൽ കാണുന്ന ഭാഗമാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇത് കേട്ടോ, ഞാൻ ഈ ആട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. അതിന്റെ താഴെയായിട്ട് ഈ കാണുന്ന ഭാഗം കേട്ടോ, ഇതാണ് കണക്റ്റിംഗ് റോഡ്. അതായത് പിസ്റ്റണെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഒരു കണക്റ്റിംഗ് റോഡാണ്. ഈ കണക്റ്റിംഗ് റോഡ് നേരെ ക്രാങ്ക് ഷാഫ്റ്റിന്മേൽ കയറി ലോക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിനൊരു കണക്റ്റിംഗ് റോഡിന്റെ ക്യാപ്പ് ഉണ്ട്. ഇത് ഈ ക്യാപ്പ് ഉണ്ടോ, ഇത് വെച്ചിട്ട് 2 ബോൾട്ട് ആയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഇതിന്റെ സെന്ററിലായിട്ട് 2 ബെയറിംഗ് കൂടെ വരുന്നുണ്ട്. അതാണ് ഈ 2 ബെയറിംഗ്. ഇത് കേട്ടോ, ഈ 2 ബെയറിംഗ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിന് 3 റിങ്ങുകൾ വരുന്നുണ്ട്. അതിൽ ഈ ഏറ്റവും അടിയിൽ കാണുന്ന ഈ റിംഗ് ആണ് ഓയിൽ റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഓയിൽ റിംഗ്. ഇത് മേളിൽ കാണുന്ന 2 എന്ന് പറയുന്നത് കംപ്രഷൻ റിംഗ് ആണ്. അതിൽ ചെയ്തുണ്ടോ, ഇത് നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. രണ്ടാമത്തത് കറങ്ങുന്നില്ല, അത് ജാം ആയിട്ടിരിക്കുക. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പിസ്റ്റൺ പിന്നാണ്. അതെന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് റോഡും പിസ്റ്റണുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സെൻട്രി കാണുന്നുണ്ടോ, ഇതാണ് പിസ്റ്റൺ പിന്ന്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പിസ്റ്റണിൽ വരുന്ന പാർട്സുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയാണ് സിലിണ്ടർ ബ്ലോക്കിൽ വരുന്ന മെയിൻ പാർട്സുകൾ. ഇനി ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലിപ്പം സെന്ററിലെ പിസ്റ്റൺ ചേട്ടൻ അയച്ചു വെച്ച് കംപ്ലൈന്റ് കണ്ടുപിടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള 2 കൂടെ നമുക്കൊന്ന് അയച്ചു നോക്കാം. അപ്പൊ ഈ ഇരിക്കുന്ന സിലിണ്ടർ ബ്ലോക്കിനകത്താണ് നമ്മുടെ പിസ്റ്റണും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ബാക്കി 2 കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അയക്കാം. അപ്പൊ അയക്കുമ്പോൾ എന്തൊക്കെ പാർട്സ് ഉള്ളത് പറയാം. അപ്പം ഫസ്റ്റ് എന്നത് ഈ കണക്ടറുകൊണ്ട് ഈ ക്യാപ്പ് അയച്ചേക്കണം. അതിന് വേണ്ടി ഫസ്റ്റ് ഈ 2 ബോൾട്ട് കണ്ടോ, ബില്ലിങ്ങിന് 2 ബോൾട്ട്, 10-ന് 2 ബോൾട്ട് അയച്ചെടുക്കാം. അപ്പൊ ബോൾട്ട് 2 അങ്ങ് അയച്ചെടുത്തിട്ടുണ്ട്. ഇതേട്ടാ, ഇതാണ് ക്യാപ്പ്. ഇതിന്റെ ബെയറിങ് വരുന്നത് എടുത്ത് കാണിച്ചേക്കാം. ബെയറിങ് വരുന്നത് ഇതുണ്ടോ, ഇതാണ് ബെയറിങ്. ഇത് കണ്ടോ, ഇതാണ് ബെയറിങ്. ഇതിന്റെ അടിയിൽ വേറെ ഒരു ബെയറും കൂടെ വരുന്നുണ്ട്. നൈസായിട്ട് ചെരിച്ചിടാം. അപ്പൊ നമ്മൾ ഒരെണ്ണം അയച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമുക്ക് അപ്പുറത്തേക്കൂടെ ഒന്ന് അയച്ചെടുക്കാം. ഒരെണ്ണം അയക്കാനുണ്ട്. ഇപ്പൊ 2 ഓൾറെഡി അയച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേതും കൂടെ അയച്ചെടുക്കാം. കടക്കൊണ്ട് ക്യാപ്പ് ഒന്ന് പിടിപ്പിച്ച് വെക്കട്ടെ. അപ്പോൾ ക്യാപ്പ് മാറിപ്പോണ്ടിരിക്കാനാണ്, 3 അയക്കാനല്ലേ. അപ്പോൾ ക്യാപ്പ് മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെക്കുന്നുണ്ട്. അപ്പൊ അടുത്തതും കൂടെ അയച്ചെടുക്കാം. അപ്പോൾ ഇതേ 3ാമത്തെ ക്യാപ്പ് ഇത് കൂരിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബെയറിങ് കൂരിയെടുക്കാം. ഇതേ ബെയറിങ് ഉണ്ടോ അതിൻ്റെ, ഇതേ ബെയറിങ് നമുക്കൊന്ന് തട്ടി വെച്ചിട്ട് അടിയിലത്തെ ബെയറും കൂടെ കൂരിയെടുക്കാം.
മറ്റേ ബെയറിംഗ് ഊരി പോന്നിട്ടുണ്ട്. ഇതാണ് അടിയിൽ വരുന്ന ബെയറിംഗ്. അപ്പൊ 2 ബെയറിംഗ് വരും. ഇങ്ങനെയാണ് ബെയറിംഗ് വരിക, ഒന്ന് മേളിലും ഒന്ന് താഴെ. ഇങ്ങനെയാണ് ബെയറിംഗ് വരിക. അപ്പൊ ലാസ്റ്റ് വണ്ണും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ക്യാപ്പ് ഇട്ട് വെച്ചേക്കാം. അപ്പൊ ജസ്റ്റ് അടുപ്പിൽ വെച്ചിട്ടുള്ളൂ. അപ്പൊ ദേ 3 അഴിച്ചെടുത്തിട്ടുണ്ട്. ദേ നോക്കട്ടോ, ഈ കറങ്ങുന്നത് കണ്ടോ, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ദേ ഇത് നോക്കട്ടോ, ഇവിടെ ഹോള് കണ്ടോ, ഇങ്ങനെ 3ലും ഓരോ ഹോള് വെച്ചിട്ടുണ്ട്. ദേ ഇതിലുണ്ട് ഒരു ഹോള്, ആ അറ്റത്തേലുണ്ട് അതുപോലെ തന്നെ ഹോള്. ദേ ഇതുണ്ടോ ഹോള്. ഈ ഹോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ലൂബ്രിക്കേഷൻ, അതായത് നമ്മുടെ ബെയറിങ്ങിനൊക്കെ വേണ്ട ഓയിൽ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓയിൽ എത്തിക്കുന്നത് ഈ ഹോള് വഴിയാണ്. അപ്പൊ എഞ്ചിൻ ഓയിൽ ഇല്ലാണ്ട് വണ്ടി ഓടിക്കുക, അതുപോലെ തന്നെ മോശമായിട്ടുള്ള എഞ്ചിൻ ഓയിൽ ഒഴിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ബെയറിംഗ് ഒക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നത്. ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് വൈറ്റ് സ്മോക്ക്, മൈലേജ് ഷോട്ട്, അതുപോലെ തന്നെ നോക്കിംഗ് നോയ്സ് ഇതൊക്കെ കാണിക്കും. എഞ്ചിൻ നോയ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ എഞ്ചിന്റെ പെർഫോമൻസ് തന്നെ മൊത്തത്തിൽ അങ്ങ് ബാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സിലിണ്ടർ ബോറും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് സിലിണ്ടർ ബോർ. ഇതിനകത്ത് കിടന്നാണ് പിസ്റ്റൺ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ എഞ്ചിൻ പിടിക്കാന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ ഇല്ലാണ്ടും കൂളന്റ് ഇല്ലാണ്ടും ഓടിച്ച് എവിടെയാണ് എഞ്ചിൻ പിടിക്കുന്നത്. അത് നമ്മുടെ ടെമ്പറേച്ചർ ഹൈ ആയി കഴിയുമ്പം ഈ ലൂബ്രിക്കേഷൻ നടക്കാണ്ടാവും. പിസ്റ്റണൊക്കെ ഇതിൽ കിടന്ന് ഫ്രീ ആയിട്ട് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പൊ ഈ ടെമ്പറേച്ചർ ഒക്കെ ഹൈ ആയി കഴിഞ്ഞാൽ ഈ ലൂബ്രിക്കേഷൻ നടക്കാണ്ട് ഈ പിസ്റ്റൺ ഈ സിലിണ്ടർ ബോറിനകത്ത് ജാം ആയിട്ടിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് എഞ്ചിൻ പിടിക്കുന്നത്. അപ്പൊ ഈ വണ്ടിയുടെ മെയിൻ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെന്ററിലെ പിസ്റ്റൺ ഇത് കണ്ടോ, ഫുള്ള് ലൈൻസ് വീണേക്കുക. കണ്ടോ, ഇത് കണ്ടോ, ഫുള്ള് ലൈൻസ് ആണ്. ഈ ബോർമേലെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, കംപ്ലീറ്റ് ലൈൻസ് ആണ്. ഇത് ഇവിടെ കണ്ടോ, കംപ്ലീറ്റ് ലൈൻസ് ആണ്. ഇതായിരുന്നു ഇതിന്റെ മെയിൻ പ്രശ്നം. ഇത് കാരണമാണ് നോക്കിംഗ് നോയ്സ്, വൈറ്റ് സ്മോക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എഞ്ചിൻ നോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു പ്രശ്നം. പിന്നെ ഇതിന്റെ കണക്ടറോട് ബെയറിംഗ് ഒക്കെ ഉണ്ടോ, ബെയറിംഗിന്റെ സെന്ററിൽ നിറച്ച് ലൈൻസ് ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല, കംപ്ലീറ്റ് ലൈൻസ് ആണ്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ നിങ്ങളുടെ വണ്ടിയിൽ ഇതുപോലെ പ്രശ്നം വരാണ്ടിരിക്കുന്നത് നിങ്ങൾ നല്ല ഓയിലൊക്കെ ഒഴിക്കുക. അതുപോലെ തന്നെ കൂളന്റെ ലെവലൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുക. കൂളന്റൊക്കെ മാറാൻ, പ്രത്യേകിച്ച് ഈ വോക്സാന്റെ വണ്ടികൾക്കൊക്കെ കൂളന്റെ ലൈൻസ് കുറെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂളന്റൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുക. പിന്നെ കൂളന്റെ ലീക്ക് ഉണ്ടെങ്കിലും ഓയിൽ ലീക്ക് ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് അത് ഒത്തിരി നാളത്തേക്ക് നീട്ടാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ അത് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട്, കാരണം ഓയിലൊക്കെ ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ ചിലരൊന്നും ശ്രദ്ധിക്കില്ല, ഓയിൽ കുറയുന്നുണ്ടോന്നൊന്നും ശ്രദ്ധിക്കൂല. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓയിലിന്റെ ലെവലൊക്കെ ചെക്ക് ചെയ്ത്, ലെവലൊക്കെ കറക്റ്റ് ചെയ്ത്, കൂളൻ ലെവലൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടിയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ വണ്ടിയിൽ എഞ്ചിൻ ഓയിലും കൂളന്റെ ഒക്കെ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കംപ്ലൈൻസ് ഒക്കെ വളരെ കുറവായിരിക്കുള്ളൂ. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത പോലെ ഇരിക്കും. നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വണ്ടി എന്നുണ്ടെങ്കിൽ ഇതുപോലെ എഞ്ചിൻ പണിയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ലേത്തി കൂടെ സെറ്റ് ചെയ്യാനുണ്ട്, സിലിണ്ടർ ബോറിൽ സ്ലീവൊക്കെ ഇറക്കി ചെയ്യാനുണ്ട്, അതിന് പിസ്റ്റൺ മാറണം, ബെയറിങ്സ് ഒക്കെ മാറി എല്ലാം സെറ്റ് നമുക്ക് കയറ്റാനുള്ളതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള വീഡിയോ ഞാൻ ഇനിയും വെറുപ്പിക്കാൻ വരും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. എല്ലാവർക്കും ബൈ.